ഹലോ, നമസ്കാരം ചേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ ആഴ്ച പറയാൻ വെച്ചിരുന്ന ഒരു കഥ എന്ന് പറയുന്നത് വീട് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് പണി കിട്ടിയ അമ്മച്ചിയുടെ കഥയാണ്. പക്ഷേ എല്ലാ മനുഷ്യരുടെ ജീവിതവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ അജീഷേട്ടൻ പുള്ളി മരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമായിട്ട് പിന്നെ കാര്യങ്ങളിലേക്ക് ആക്കി പോയി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് നന്ദി പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ KTC ആരംഭിച്ച അല്ലെങ്കിൽ KTCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു ഫണ്ട് KTC മാത്രമല്ല, ലോമ പിന്നെ പള്ളിക്കാർ എല്ലാവരും കൂടിയിട്ട് മെനക്കെട്ടിട്ട് അവസാനം ആ ഒരു ഫണ്ട് ആ ഒരു ടാർജറ്റ് അത് ടാർജറ്റ് കൂടുതൽ അത് മീറ്റ് ചെയ്തു. ഇതൊരിക്കലും ഒരു KTCയുടെ വിജയമല്ല, ഒരിക്കലും ലോമയുടെ വിജയമല്ല, ഒരിക്കലും പള്ളിക്കാരുടെ വിജയമല്ല. ഇത് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെ ഒരു വിജയമാണ്. ഒരുപാട് എന്താ പറയുക, പല പല രാജ്യങ്ങളിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ സഹായിച്ച എല്ലാ സന്മനസ്സുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ വേറെ ഒന്നുമല്ല, പുറം നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചേക്കാം, കാനഡ, US, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എവിടെ പോകുന്ന ആൾക്കാരാണെങ്കിലും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ. കാരണം നമ്മുടെ ജീവിതത്തിന് നമ്മളിടുന്ന വില, നമ്മളൊരു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിൻ്റെ 10-1 ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ഗോ ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു അവസ്ഥയില്ല അല്ലെങ്കിൽ അറിവില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമുക്കൊരു കുറച്ച് എക്സംഷൻ കൊടുക്കാം. പക്ഷേ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സാമ്പത്തികം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള താക്കത്തുണ്ടായിരുന്ന ആൾക്കാരും ആ പോളിസി ഒന്നും എടുക്കാതെ ഓരോ അബദ്ധത്തിൽ പോയി പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എബിൻ, എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ പൊതുവെ അല്ലെങ്കിൽ ഇന്ത്യൻസ് ഈ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യത്തിന് ഒരു വിമുഖത കാണിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 2017 കാനഡയിൽ പഠിക്കാൻ വരുന്നു. കാനഡയിൽ പഠിക്കാൻ വന്നു, 1 വർഷം കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പല ജോലികൾ ചെയ്തിട്ടാണ് നമ്മൾ PR-ലേക്ക്. അതിന് പിന്നെ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. ഒരു ഒരു വലിയൊരു നമ്മുടെ ഒരു ടൈം എഫേർട്ട് കൊടുത്തിട്ടാണ്. വലിയൊരു ജേണി. യെസ്, ഒരു വലിയൊരു ജേർണി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ വില അറിയാം. അപ്പോൾ ഈ PR-ൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഒരു കാർ മേടിച്ച് കഴിയുമ്പോൾ ഒരു കാർ ഇൻഷുറൻസ് എടുക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ആവശ്യകതയുണ്ടല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ലൈഫ് വേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ആവശ്യകത എല്ലാവർക്കും പലപ്പോഴും മനസ്സിലാവാറില്ല. അതിൻ്റെ പിന്നെ പലതരം കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം, പലപ്പോഴും ഇത് അഫോർഡ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റാതെ വരുന്നില്ല. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ ചില കോർട്ടുകൾ ചെന്ന് ഇവരുടെ അടുത്ത് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഇവരിതിനു വേണ്ടി ശ്രമിക്കുമ്പം കേൾക്കുന്ന എമൗണ്ട് ഒന്ന് വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ 300, 250 എന്നൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. ഒരുപക്ഷെ ചേട്ടൻ പോലും ആദ്യം ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പണ്ട് കേട്ടപ്പം ചേട്ടൻ എത്രയായിരിക്കും ആദ്യം കേട്ടൊരു എമൗണ്ട് എത്രയായിരിക്കും? ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സാധനം തൊടാത്തൊരു മനുഷ്യൻ. വീട് മേടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ലൈഫ് ഇൻഷുറൻസും ക്രിട്ടിക്കലും എല്ലാം എടുത്തത്. അതുവരെ ഈ വക ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കും. അത് തുടക്കത്തിൽ പണി കിട്ടിയ കാരണം കൊണ്ടാ കേരള വന്ന സമയത്ത്. എന്തായിരുന്നു അങ്ങനെ ഒരു കാരണം, അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു അല്ല, അത് വെച്ച് വേറെ ഒന്നല്ല. ഒരു ഏജന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വിളിക്കണേന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞു എന്നോട്. അതായത് RESP എന്നുള്ള പ്രോഗ്രാം ചേർത്താൻ വേണ്ടി വന്നത്. പക്ഷെ അവര് വന്നപ്പോ നമ്മളോട് ഒരിക്കൽ പോലും ഞാനിങ്ങനെ ഏജന്റ് ആവുന്ന പറഞ്ഞു, ഞങ്ങൾ ഗവൺമെന്റിന്റെ ആളാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ID കാണിച്ചു. നമ്മൾ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. നമുക്ക് നമ്മളൊരു സത്യമായിരിക്കും എന്നുള്ളതല്ല. അപ്പോൾ എന്നിട്ടും പറഞ്ഞിട്ടാണ് ഈ സംഭവം എന്നെ നമ്മളെ ചേർത്തിയത്. അപ്പൊ അതിനുശേഷം അപ്പൊ കള്ളത്തരം കാണിച്ചു എന്നുള്ളതിൽ പിന്നെ ഈ വക കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് വിട്ടുപോയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പല റീസൺ കൊണ്ടാണ് പല ആൾക്കാരും ഇത് എടുക്കാത്തത്. കാരണം ഒത്തിരിയേറെ ആളുകൾ ഇൻട്രസ്റ്റ് ഉണ്ട്. പല ആൾക്കാർ ഇത് ഫ്രോഡായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്കാർ ട്രസ്റ്റ് ചെയ്യാൻ പാടായി തുടങ്ങി ഈ നാട്ടിലിപ്പോൾ. ഒത്തിരിയേറെ ആൾക്കാരുണ്ട്, ഇത് എല്ലാവരും പലരെയും വിളിക്കുന്നു, ഒരേ റീസൺ പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പോൾ ആരെ ട്രസ്റ്റ് ചെയ്യുന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ട്. അതൊരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ പ്രൊഫഷണലിസം അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ കുറഞ്ഞു വരികയാണ്. ആ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഈ പേടി കാരണം പലരും ചോദിക്കാൻ പോലും പേടിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു കാരണമാണ് പലരും എടുക്കാൻ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും ഇതെടുക്കാൻ മടി കാണിക്കും. വേറെ പലതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിറ്ററസി പലപ്പോഴും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർ പറയും, ഇതിപ്പോൾ എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേറെ കുറേ അടയ്ക്കാറുണ്ട്, മോർഗേജ് അടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ബില്ലുണ്ട് ഈ ബില്ലുണ്ട്. ഇപ്പോൾ കഴിയുന്ന എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്നൊരു സാധനം
ആദ്യം തന്നെ ഇതാ. അല്ല അതിന് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏജന്റുമാരും ഇതിനകത്ത് കുറ്റപ്പെടുത്തണം. എന്തൊക്കെ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ട്രക്കിൻ്റെ അസോസിയേഷൻ്റെ പരിപാടി, ആ പരിപാടി ഞങ്ങൾ അവിടെ ചെല്ലുന്നു, എല്ലാ കാര്യങ്ങളും കഴിയണു. അത് ക്രിസ്മസിനായിരുന്നു, ഡിസംബറിൽ. ആ ഡിസംബറിലെ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തൊട്ട് ആ പരിപാടി സ്പോൺസർ ചെയ്ത ഇൻഷുറൻസ് ഏജന്റ് രാപ്പകലില്ലാതെ എല്ലാവരും വിളിച്ചു. അപ്പം നമ്മൾ ഈ മഞ്ഞത്തിരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കണേന്ന് പോലും അറിയാതെ എപ്പോഴാണ് വീട്ടിൽ വരണേ. അപ്പം എന്നെ അനുഭവം എന്താണെന്ന് വെച്ചെങ്കിൽ എന്നെ വിളിച്ചു, ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ എനിക്ക് പേര് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ, ഡ്രൈവ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ ഇൻഷുറൻസ് എടുക്കാൻ്റെ കാര്യം പറയാനാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ ഉടനെ ഒറ്റ പൊട്ടിത്തെറിക്കില്ല. ഞാൻ $3000 കൊടുത്തിട്ടാണ് നിങ്ങളവിടെ സ്പോൺസർ ചെയ്ത്, ഞാൻ വിളിക്കുന്നതിന് മുഴുവൻ ഇതാ പറയണേ എന്നും പറഞ്ഞിട്ട് പുള്ളി ഞാൻ പറഞ്ഞു, തന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്യാൻ, തനിക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി താൻ ചെയ്തു. അൾട്ടിമേറ്റ്ലി ഇതൊരു സർവീസ് എന്നുള്ള സാധനം മാറ്റി പൈസയിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവരൊക്കെയും പറഞ്ഞു, ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര മെനക്കടാന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വീട്ടിൽ കയറ്റൂ? ശരിയാണ്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഇതുപോലെ സസ്കച്വാനിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ, എൻ്റെ ഒരു ആഡ് കണ്ടിട്ട് അവർ വിളിച്ച, ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പം നിങ്ങളുടെ RESP കേസ് പറഞ്ഞ പോലെ എൻ്റെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുണ്ടായി വീട്ടിലേക്ക് കയറാൻ ചെല്ലുന്നുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് വീട്ടിലേക്ക് കയറാൻ പോകുന്നുള്ളൂ, അതിന് വേണ്ടി ഞാൻ അവിടെ തന്നെ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. കയ്യോടെ തന്നെ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമാണ്. അവന് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായിട്ട് ഈ കുഞ്ഞിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും? അവരുടെ അമ്മയ്ക്ക് വിസ അപ്രൂവ് ആയിട്ടില്ല, സൂപ്പർ വിസയ്ക്ക് അപ്ലൈ ചെയ്തില്ല, വിസ അപ്രൂവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നിൽക്കുമ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ഒരു പോളിസി എടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ആൾക്കാർ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും സെല്ല് ചെയ്ത് എനിക്ക് ചില പൈസ ഉണ്ടാക്കണം എന്നൊരു മനോഭാവത്തോട് പലരും ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ സിറ്റുവേഷൻ കമ്മ്യൂണിറ്റിയിലുള്ളത്. ഇപ്പോൾ നിനക്കറിയാലോ, ഞാൻ എന്ന് പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവറാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട്. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസ്ക് ഉള്ളൊരു ജോലിയാണ്. നിനക്ക് അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചേട്ടന് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യം പറയാം, ഞാനും ഒരു വർഷത്തോളം ട്രക്ക് ഓടിച്ച ആളാണ്. ഇപ്പോഴും ട്രക്ക് ലൈസൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അടിപൊളി. അപ്പോൾ എനിക്ക് ഞാൻ യൂസിൽ ഓടിച്ചിട്ടുള്ള, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ ലണ്ടനിൽ വന്ന് ഇത് അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു സഹോദരനാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇത് എല്ലാ ഫീൽഡുകൾക്കും റിസ്ക് ഉള്ള പല കാറ്റഗറി ജോലി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടെ വന്നു, ഈ ഫ്യൂണറലിൽ പങ്കെടുത്തു പറഞ്ഞപ്പോൾ സംസാരിച്ചു, പറഞ്ഞ റെസ്പെക്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞ എൻ്റെ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കണേ. അല്ലെങ്കിൽ ഞാനൊരിക്കലും നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ ഇതല്ല, മനസ്സിലാവണ്ട. നമ്മളൊരു മനുഷ്യത്വം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കാണിച്ചു എന്നുള്ള ആ ഒറ്റ, എന്തുകൊണ്ട് നീ ഇവിടെ എന്നുള്ളതിന്റെ ഉത്തരമാണ് ആ മനുഷ്യത്വം കാണിച്ചു എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി. തീർച്ചയായിട്ടും മനസ്സിലായ? തീർച്ചയായിട്ടും. ഇപ്പം ഞാനത് പറയുമ്പം ഇപ്പം ഞാൻ ഓർക്കും, ഞാൻ ഒരു വർഷം ഓടിച്ച പല ദിവസങ്ങളിൽ പലപ്പോഴും മഞ്ഞുള്ളപ്പോഴും ഇല്ലെങ്കിൽ അല്ലാത്തപ്പോഴൊക്കെ പല അപകടം ഉണ്ടാകുന്ന പല സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ദൈവാനും നമുക്കൊന്നും സംഭവിച്ചില്ല. അപ്പം എല്ലാവരും നമ്മൾ ഓടിച്ചിട്ട് തിരിച്ചു വരുന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി. ഇങ്ങനത്തെ പല റിസ്ക്കുള്ള പല കാറ്റഗറി ജോലീസ് നമ്മുടെ കാനഡയിൽ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പം നമുക്കിപ്പോൾ അറിയാം, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത് കാണുന്നവർ പോലും കേട്ടോ. അപ്പം നമ്മൾ പല ആൾക്കാരും ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുപ്പിയൊക്കെ മേടിക്കാറുണ്ട്. ഒരു കുപ്പി മേടിക്കുന്നതിന് കുപ്പിനെ പറ്റി പറയരുത്, കുപ്പി ഇല്ലാത്തൊരു കേസ് നമുക്കില്ല, കുപ്പിനെ മോശം പറയരുത്. അല്ല, ഞാനത് ഒരിക്കലും കുപ്പി മേടിക്കുന്നത് ഇത് മോശമെന്നല്ലോട്ടെ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ആവറേജ് സാധനത്തിനൊക്കെ നല്ലൊരു $40 ഒരു മുടക്ക് വരും അല്ലേ, ഒരു ആവറേജ് നല്ല സാധനത്തിനൊക്കെ. അപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാൾക്ക് $40 എടുത്തിട്ടുണ്ടെങ്കിൽ മോർ ദാൻ $500,000 ലൈഫ് ഇൻഷുറൻസ് കിട്ടും. മോർ ദാൻ $500,000 എന്ന് പറയുമ്പോൾ ഒരു $5 ലക്ഷം ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ലൈഫ് കിട്ടും. അപ്പം ഒരു കുപ്പിയുടെ പൈസ നമുക്ക് ആവുന്നുള്ളൂ ഒരു മാസം. അതൊരു വലിയൊരു, ഇല്ലെങ്കിൽ 2 ബിരിയാണിയുടെ പൈസ നിങ്ങൾ കൂട്ട്. ഒരു നല്ല ബിരിയാണിക്ക് $18 $19 വരികയല്ലേ, ടാക്സ് എല്ലാം കൂടെ ചേർത്ത്. ഒരു 2 ബിരിയാണിയുടെ പൈസ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നത്. ഇപ്പൊ ചേട്ടൻ എടുക്കുമ്പോൾ വൈഫിനെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, ചേച്ചി ഞാൻ ഇൻഷുറൻസിന് കൊടുക്കുന്നത് $150-200 വെച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണേ. ഈ $40 എന്നുള്ള വെറും $40 $5 ലക്ഷം കവറേജ് ഉണ്ടെന്നുള്ളത് എനിക്ക് പുതിയ അറിവാ. കിട്ടും. ഇത് ഞാനിവിടെ എന്താ പറയാ, നമ്മുടെ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഇത്രയും ആവേശം കാണിച്ച് നീ പറഞ്ഞു, നിന്റെ നമ്പർ ഉൾപ്പെടെ ഇവിടെ സ്ക്രോൾ ചെയ്ത് കൊടുക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണവണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരികയില്ല. എനിക്കറിയാം, നിനക്കായിരിക്കും കേൾക്കണത്.
ഉറപ്പുള്ള കാര്യം പറയാവൂ. തീർച്ചയായിട്ടും നമുക്ക് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു, ചീപ്പ് എന്നല്ല എന്ന് പറയേണ്ടത്, അഫോർഡബിൾ പ്രൈസിൽ അഫോർഡബിൾ ആയിട്ട്. നമുക്ക് കിട്ടുന്നതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പല ആൾക്കാരും തുടക്കത്തിൽ തന്നെ വലിയ എമൗണ്ട് എടുക്കും. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം, അത്രയും കവറേജ് എനിക്ക് ആവശ്യകതയുണ്ട്, ഞാൻ എടുക്കുന്ന പ്ലാൻ ഇല്ലെങ്കിൽ ഒരു പെർമനന്റ് ഇൻഷുറൻസ് ആണ് എനിക്ക് ഇപ്പോൾ വേണ്ടത്, അത് ഒരു ചെറിയൊരു ടേം ഇൻഷുറൻസ് ആണ് എനിക്ക് വേണമെന്ന് ചിന്തിക്കണം. നമ്മൾ എമൗണ്ട് കേട്ടിട്ടല്ല ഒരിക്കലും ഇൻഷുറൻസ് എടുക്കണ്ടേ, നമ്മുടെ നീഡ് അനാലിസിസ് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. കറക്റ്റാ, കാരണം ഞാൻ വീട് മേടിച്ചപ്പോഴാണ് ഞാനിത് എടുത്തത്. കാരണം നിങ്ങൾക്ക് $1 million വീട് വരുമ്പോഴാണ് അത്രയും കവറേജ് വേണ്ടേ. $1 million വീടില്ല, എനിക്ക് അതിന് അത്രയും ലയബിലിറ്റി ഇല്ലെങ്കിൽ അത്രയും വലിയ കവറേജ് ഇപ്പം എനിക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. എനിക്ക് ഒത്തിരി കടമുണ്ടെങ്കിൽ ആദ്യം കടമടച്ച് തീർക്കുകയാണ് വേണ്ടത്. കാരണം ലോങ് ടൈമിലേക്ക് നമ്മൾ ലൈഫ് ജീവിക്കുമ്പം ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും നമുക്ക് വേണം. കാരണം നമുക്ക് എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഉറപ്പില്ല. നമ്മൾ ഏജ് മുന്നോട്ട് പോകും, നമ്മുടെ വെൽത്താണ് നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇൻഷുറൻസ് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മിക്സ് ചെയ്യരുത്. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും രണ്ടാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീപ്ലേസ്മെന്റ് ഓഫ് അസ്, നമ്മുടെ ഇൻകം, നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ ഇൻകം ആണ് റീപ്ലേസ് ചെയ്യുന്നത്. നാളെ നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇതേപടി നമ്മൾ ഷോയ്ക്ക് നടന്നു പോകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഇൻകം റീപ്ലേസ്മെന്റ് ആണ് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാർ ഇൻഷുറൻസ് എത്ര വർഷം കാനഡ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്? 14 വർഷമായിട്ട് നിങ്ങൾ കാർ ഇൻഷുറൻസ് ഏതെങ്കിലും എമൗണ്ട് അവർ തിരിച്ചു തരുന്നുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു ക്ലെയിം വന്നു, കമ്പനി ഫുൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലേ? അല്ലേ? ഇല്ലേ, നമ്മുടെ അസുഖം നമ്മൾ ഒരാളെ പോയി തട്ടി, ആ ഫുൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ, അത് ഫുൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലേ? അപ്പോൾ അതാണ് ഇൻഷുറൻസ് റീപ്ലേസ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ റീപ്ലേസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്. നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം നാളെ നമ്മളില്ലാത്തൊരു സമയത്ത് അവരുടെ മോർഗേജും അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ നമുക്ക് അസറ്റ്സ് ഒക്കെ നമ്മുടെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിനൊരു എസ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. ഒരു എസ്റ്റേറ്റ് ടാക്സ് ഒരു 1 million ടാക്സ് അടയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു 1 million കവറേജ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ 1 million നിങ്ങളുടെ മക്കൾക്ക് കിട്ടും, അവർക്ക് ആ ഫണ്ട് എടുത്ത് അത് ആ എസ്റ്റേറ്റ് ടാക്സ് അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഇൻഷുറൻസിനും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്, പെർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കി വേണം ഇൻഷുറൻസ്. അല്ലാതെ ഒരാൾ വന്നിട്ട് $300 കവറേജ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉടനെ 300 എടുക്കല്ലേ. എനിക്ക് 300 ആണോ ഇപ്പോൾ എനിക്ക് വേണ്ടത്, അതോ എനിക്ക് വേണ്ടത് ചെറിയൊരു കവറേജിന് ഇൻഷുറൻസ് ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നിങ്ങൾ ഒരാളെ തന്നെ നോക്കാതെ അടുത്തൊരാളെ വിളിക്കണം, അപ്പൊ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കാർ ഇൻഷുറൻസ് എടുക്കുന്ന അങ്ങനെയല്ലേ, ഒരിക്കലും 1 കോടി എടുക്കുന്നല്ലോ, നിങ്ങൾ പല ആൾക്കാരെയും വിളിച്ചു നോക്കും. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഒരാള് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞെന്താ അറിയാം, ഇന്നലെ വിളിച്ച് സംസാരിച്ചതിനോട്, അവൻ ഇതേമാതിരി ബസ്സിൽ പോകുമ്പോ 2 വർഷമായിട്ടുള്ള സംഭവിച്ചിട്ട്, ബസ്സിൽ പോകുമ്പോ അവൻ മലയാളത്തിൽ സംസാരിക്കുന്ന ഫോണില് ഒരു പുള്ളിക്കാരത്തി, ഒരു ചേച്ചി, ആ മലയാളിയാണല്ലേ എന്ന് ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് നമ്പർ കൊടുത്തു, ഹസ്ബൻഡിന്റെ നമ്പർ കൊടുത്തു, എന്നിട്ട് മിസ് കോൾ എന്ത് ചെയ്തു, എങ്ങനെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു. അന്ന് വൈകിട്ട് ഈ മനുഷ്യൻ ഇവനെ വിളിച്ച് വൈകിട്ട് നന്നായിട്ട് സംസാരിച്ചു. ഓക്കെ അവിടെ ഉണ്ടോ, ഓക്കെ നമുക്ക് വന്ന് കാണാമെന്നും പറഞ്ഞിട്ട് വരും. അപ്പൊ ഇവൻ കാനഡ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇവര് ഭയങ്കര അത്ഭുതമായി, എന്ത് നല്ല ആൾക്കാരാ, ജസ്റ്റ് മലയാളികൾ ഇത്രയും ടേക്ക് കെയർ ചെയ്യുന്ന എന്ത് നല്ല ഇതാന്ന് വെച്ചിട്ട് ഇവര് വീട്ടിൽ വന്നു, കുട്ടികൾക്ക് ചോക്ലേറ്റ് എല്ലാം ഇട്ട് പുള്ളി വന്നേ, എല്ലാം കൊടുത്ത് ഒരു 1/2 മണിക്കൂർ സംസാരിക്കും. പുള്ളി പറഞ്ഞു RESP മറ്റേ ഇൻഷുറൻസ് തേങ്ങ വാങ്ങാന്നുകൊണ്ട് പുള്ളി അങ്ങ് തുടങ്ങി. അപ്പൊ ഇതൊക്കെ പുള്ളി തുടങ്ങിയ വശം ഇവൻ പറഞ്ഞു, ചേട്ടാ എന്നെ ഈ വീട്ടിൽ കൊണ്ടാക്കിയതൊരു മലയാളിയാ, ആ പുള്ളി ഓൾറെഡി ഇത് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇയാളുടെ ചിരിച്ചോണ്ടിരിക്കണ മുഖവും പോയി. ഇവൻ പറയാ, എന്റെ മക്കളുടെ ചോക്ലേറ്റുകൾ മേടിച്ചുകൊണ്ടത് വായിക്കുന്നു. ഇതേപോലെ വേറെ സമയം ഞാൻ പറയും, ഈ ലണ്ടനിൽ തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഇൻഷുറൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സൂമി വാങ്ങിയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നീഡർലാൻഡ്സ്, അപ്പോൾ അവർക്ക് പാർട്ട് ടൈം ഇൻകം ജോലിയേ ഉള്ളൂ. പാർട്ട് ടൈം ഇൻകം, അവർക്ക് അപ്പാർട്ട്മെന്റ് റെന്റ് അടയ്ക്കണം, അവർക്കൊരു കാറുണ്ട്, കാറിന് പേയ്മെന്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം ഒരു ഇൻഷുറൻസ്, എന്നോട് അവർ പറഞ്ഞ ഒരു വലിയൊരു എമൗണ്ട് കവറേജ് 1 million പറഞ്ഞില്ല, എന്നൊക്കെ ചെറിയ എമൗണ്ടാണ് പറഞ്ഞു, വിത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് കൂടി ചേർത്താ പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്ക് അത്രയും ഡിസ്പോസിബിൾ ഇൻകം ഇല്ല അവർക്ക് അഫോർഡ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇത്ര? അപ്പം എന്നോട് അവർ പറഞ്ഞാണ് അവരുടെ വീട്ടിൽ 30 ആൾക്കാർ ഏജന്റുമാർ വന്നു, അവർ കാനഡ വന്നിട്ട് 3 മാസമായുള്ളൂ. അപ്പോൾ ഈ 30 പേര് വന്നിട്ട് ആവറേജ് വന്ന പ്രൈസ് വെച്ച് നോക്കിയിട്ടാണ് അവർ എന്നോട് ഈ കഥകളെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാനുള്ള, ഇത്രയും വലിയ കവറേജ് എടുക്കാനുള്ള നിങ്ങൾക്ക് സിറ്റുവേഷൻ അല്ല, നിങ്ങൾക്ക് ഇൻകം ഇല്ല. കാരണം നിങ്ങളുടെ ചെലവുകളൊക്കെ നടക്കണം, ഫുഡ് കോസ്റ്റ് ഉണ്ട്, റെന്റ് ഉണ്ട്, വണ്ടിയുടെ അടവ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു $20 $15 ചെറിയൊരു ടേം ഇൻഷുറൻസ് മതി ഇപ്പം നിങ്ങൾക്ക് കവറേജ് ആയിട്ടെന്ന് പറഞ്ഞു. അതുപോലെ എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഇൻകം, പക്ഷെ നിങ്ങൾ നിർബന്ധം പറയുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇവിടെ അത്യാവശ്യമാണ്. നമുക്ക് എന്നാൽ ആർക്കും എപ്പോഴും സംഭവിക്കാം. ഇപ്പം ഞാൻ അവർക്ക് അങ്ങനെ എനിക്ക് നോ പറയാൻ പറ്റിയല്ല, എല്ലാവർക്കും ഇൻഷുറൻസ് വേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഒരു $10 $20 ഇൻഷുറൻസ് ആവശ്യം നിങ്ങൾക്ക് ഉള്ളെന്ന് പറഞ്ഞു.
അപ്പൊ അവര് അപ്പൊ ഈ പറഞ്ഞു, $10-20 ഈ പറഞ്ഞ ഒരു 3 ലക്ഷം 4 ലക്ഷമൊക്കെ കിട്ടും അല്ലേ? ഞാൻ ഞാൻ എന്റെ തലയിൽ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്ന സത്യം കിട്ടും വെറുതെ അങ്ങനെ പൊക്കിയടിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, അത്രയും ചീപ്പായിട്ട് കിട്ടും ഈ സാധനം? ഇൻഷുറൻസിന്റെ പ്രൈസ് വരുന്നത് നിങ്ങളുടെ ഏജിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു കാര്യം, ഏജ്, ഹെൽത്ത്, തേങ്ങ മാങ്ങ അങ്ങനെ യെസ്, എല്ലാം അപ്പൊ നമ്മുടെ കൂടിയിട്ട് ഹെൽത്ത് ഒരു വലിയൊരു മാറ്റർ ആണ്. നമ്മൾ നല്ല ഹെൽത്തി ആണ്, ഏജ് കുറവാണെങ്കിൽ വളരെ ചെറിയ റേറ്റിൽ കിട്ടും. ഇനി ഇൻഷുറൻസ് രണ്ട് തരത്തിലുണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, പെർമനന്റ് ഇൻഷുറൻസ് ഉണ്ട്. ഈ പെർമനന്റ് ഇൻഷുറൻസ് വളരെ എക്സ്പെൻസീവ് ആയ പ്രൊഡക്റ്റ് ആണ്, വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അത് ടേം എന്ന് പറയുന്നത് നിങ്ങളൊരു 10 വർഷം ടേം എന്ന് പറഞ്ഞാൽ ആ 10 10 വർഷം. വർഷമേ കവറേജ് ഉള്ളൂ. പക്ഷെ ഓക്കെ. നമുക്ക് ആ 10 വർഷം, അടുത്തൊരു 10 വർഷം കവറേജ് എടുക്കുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചോളം അവർക്ക് നാട്ടിൽ നിന്നൊക്കെ ലോൺ അടയ്ക്കാൻ കാണും, ഉവ്വ. അവർക്ക് അപ്പാർട്ട്മെന്റ് റെന്റ് ഇല്ലെങ്കിൽ വീട് വാടക റെന്റ് കൊടുക്കാൻ കാണും. കൊടുക്കാനുണ്ടാവും. അപ്പൊ തുടക്കത്തിൽ സാലറി കുറവായാലും അവർക്ക് പെർമനന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ചെറിയ ടേം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത നെക്സ്റ്റ് കപ്പിൾ ഇയേഴ്സിലേക്ക് കവറേജ് ഉണ്ട് അല്ലേ, ചെറിയ എമൗണ്ട് വലിയൊരു എമൗണ്ടിന്റെ കവറേജ് കിട്ടും. കിട്ടും. ഇനി സാലറി ഒക്കെ കൂടി ഒന്ന് PR ഒക്കെ ആയി ഒന്ന് കുറച്ചൊന്ന് ലെവലിലേക്ക് ഒന്ന് അവർ അപ്ഗ്രേഡ് ആയി കഴിയുമ്പം അവർക്ക് ഈ ടൈമിനെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് പെർമനന്റിലേക്ക് മാറാനും പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ മനസ്സിലായി. പ്ലാനിങ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാന അത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് മാത്രമല്ല, നമുക്കൊരു മന്ത്ലി സ്പെൻഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് എത്ര ഒരു ആഴ്ചയിൽ ഗ്രോസറിക്ക് വേണ്ടി കൊടുക്കണം, നമ്മുടെ ഫ്യൂച്ചർ റിട്ടയർമെന്റിലേക്ക് നമുക്ക് എത്ര മാറ്റി വെക്കണം, അങ്ങനെ ഇതിനെയാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ 8 വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും കാലത്തിൽ എക്സ്പീരിയൻസ് നമുക്ക് അറിയാമല്ലോ, ഓരോ ക്ലയൻസിനെ കാണുമ്പം അവർക്ക് എന്ത് പ്രൊഡക്റ്റുകളാണ് വേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിൽ പല ഡിസ്കഷനിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമ്മൾ ഓരോ സൊല്യൂഷൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഒത്തിരിയേറെ അധികം ആൾക്കാർ ഈ ട്രക്കിങ്ങിലേക്ക് ജോബിന് കയറുന്ന ഒരു മെയിൻ റീസൺ ആക്ച്വലി നമുക്ക് പെട്ടെന്ന് ഒന്നാമത്തെ കാര്യം ലൈസൻസ് എടുക്കുന്നു, നമ്മൾ പെട്ടെന്ന് ജോലിക്ക് കയറുന്നു. മെയിൻ ആയിട്ട് പറഞ്ഞാൽ നല്ല കാശ് കിട്ടും എന്നുള്ളതാണ് എന്റെ കാര്യം, ഇൻകം. കറക്റ്റ് ആണ്. ഞാനും അതുകൊണ്ടാണ് ട്രക്ക് ഇൻഡസ്ട്രി ജോയിൻ ചെയ്തത്. സത്യം പറയാമല്ലോ, നമുക്ക് നല്ല പൈസ കിട്ടുന്ന ഓർത്തുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്ന ഒരു എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണല്ലോ, നമ്മുടെ കോർപ്പറേഷൻ ഇൻകം മാറ്റിയിട്ട് പേ ചെക്കിലേക്ക് മാറ്റി. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ചേട്ടൻ എത്ര വർഷമാണ് വണ്ടി ഓടിക്കുന്നത്? ഈ ഇതേ ഇപ്പൊ പേ ചെക്കിലേക്ക് മാറ്റുവാണെങ്കിൽ എത്ര പേര് ഇത്രയും ഇപ്പൊ ഓടിക്കുന്ന എല്ലാ ആൾക്കാരും വണ്ടി ഓടിക്കുവോ? ഇല്ല, വിട്ടിട്ട് പോവല്ലേ? ഇതിന്റെ മെയിൻ റീസൺ ഇൻകം തന്നെയല്ലേ? ഇതേ സെയിം തന്നെയാണ് നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലും റിയൽ എസ്റ്റേറ്റിലും മോർഗേജിലും എല്ലാം. ചേട്ടന് പല ആൾക്കാരും സംസാരിക്കും, ചേട്ടന്റെ പല വീഡിയോയിൽ ഇപ്പം വീട് മേടിച്ച് പണി കിട്ടിയ ആൾക്കാരുടെ കുറവ് കണ്ടിട്ടില്ലേ, ഇല്ല മോർഗേജ് ഏജന്റുമാർ ചീറ്റ് കാര്യം പറഞ്ഞിട്ടില്ലേ? ഇതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുണ്ട്. ഈ എത്തിക്സ് ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. എല്ലാവരും സ്വന്തം പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴത്തേക്കും അവിടെ പല കറപ്ഷൻസും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ പേടിക്കുന്നത്. പണ്ടൊക്കെ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നില്ലെങ്കിൽ അഡ്വൈസേഴ്സ് എന്നല്ല, ഈ ഒരു മെജോറിറ്റി ആൾക്കാർ ഏജൻസാണ്. അഡ്വൈസേഴ്സ് ആവുന്ന ഡെസിഗ്നേഷൻ, അഡ്വൈസർ എന്ന ഡെസിഗ്നേഷൻ ഉള്ള ഡെസ്റ്റിനേഷൻ എടുക്കുന്ന ആൾക്കാരെയാണ് അഡ്വൈസർ എന്ന് വിളിക്കാൻ പറ്റും. അത് വളരെ ചുരുക്കം ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളൂ. അങ്ങനെ ഡെസ്റ്റിനേഷൻ എടുത്ത് കുറച്ചും അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലാത്തവരല്ല ഏജന്റുമാരാണ്. അസോസിയേറ്റ് ഏജന്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അഡ്വൈസർ എന്ന് ആ ടൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ റെപ്യൂട്ടഡ് ഡെസിഗ്നേഷൻ എടുക്കണം. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ടെല്ലറെ കാണുന്നത്, പക്ഷെ അഡ്വൈസർ നാളെ റൂമിനകത്തായിരിക്കും അല്ലേ? അപ്പൊ അവരുടെ അടുത്ത ഡെസിഗ്നേഷനിലേക്ക് വന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ടൈറ്റിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മെജോറിറ്റി ആൾക്കാരെയും കൂടുതൽ ഏജന്റുമാരാണ്, പലരും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ മിക്ക എല്ലാരും ഈ കോട്ട് സൂട്ടിട്ട് വരുമ്പോഴത്തേക്കും ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് കിട്ടുമല്ലോ, ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒരു ലിറ്ററസി എല്ലാവർക്കും വേണം. അതുപോലെ നമുക്കിത് ഒരു പ്രൗഡ് ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഇത് എപ്പോഴും എന്നും. പക്ഷെ പലരുടെയും ഒരു രീതികൾ കൊണ്ട് അല്ലെങ്കിൽ പലരും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചില സമയത്ത് ഇത് പറയാൻ പോലും ഇപ്പൊ ഒരു പേടിയായി തുടങ്ങി. പക്ഷെ നാട്ടിലത്തെ പോലെ തന്നെ ഏജന്റ് മാറുന്നു പറയും. ആൾക്കാർ ഇപ്പൊ തന്നെ ചിലപ്പോ ഫൈനാൻസ് ഇൻഷുറൻസ് ഏജന്റ് വരുന്നത് ഓടിക്കുന്ന പറയും. ഇപ്പൊ നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ കറക്റ്റ് പറയും, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളത് മോത്തിക്ക് പറയും. അത് ചില ആൾക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ പൊട്ടും. ചില ആൾക്കാർ ഇത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തിട്ട് പിന്നെ കണ്ടാൻ വേണ്ടില്ല, അങ്ങനത്തെ അവസ്ഥയ്ക്ക് പോവും. അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിപ്പോ എല്ലാ വീടുകളിലും ഓരോ ആൾക്കാർ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടോട് സംസാരിച്ചപ്പോ പുള്ളി പണ്ട് ഇതുമാതിരി ഇൻഷുറൻസ് ഏജന്റ് ഒക്കെ ആയിരുന്നു, പുള്ളി കളം വിട്ടു. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ ആള് പറഞ്ഞു, ഞാനന്ന് തുടങ്ങിയ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറ്റുക വെച്ചിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരാള് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരാൾ മോർഗേജ്, അല്ലെങ്കിൽ ഒരാള് മറ്റേ റിയൽറ്റർ, ഇങ്ങനെ വന്നത് കൂടിയിട്ട് ഈ സാധനത്തിന്റെ മഹിമ അവിടെ അവസാനിച്ചു എന്ന് പറയണം. അപ്പോ സംഭവം അത് ശരിയാണ്. കാരണം എത്തിക്സ് എന്നുള്ള സാധനം സർവീസ് മൈൻഡഡ് ആവണം, പ്രൊഫഷണൽസ് ഉണ്ടാവണം ചേട്ടാ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും
അത്രയും ഇതൊരു വലിയൊരു വണ്ടിയാണ്. അപ്പം അത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കെയർ നമ്മൾ കൊടുത്ത് റെസ്പോൺസിബിൾ ആണ്. ഒബ്സർവ് യെസ്. അല്ലേ ചെയ്താൽ ആ ഒരു അതെ. അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽസ് കീപ്പ് അപ്പ് ചെയ്യണം. അത് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി എന്നല്ല, ഐ മീൻ നമ്മുടെ സൊസൈറ്റി വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഉവ്വ്. അപ്പം അതൊരു ഒരു വലിയ വലിയ പ്രശ്നം അല്ല, തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നിയ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ആ അപ്പോ കുറെ ആൾക്കാർ ഇപ്പൊ ഇപ്പൊ നീ ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഏജന്റ് ആവാൻ പാടില്ല എന്നില്ല. ഒരിക്കലും ഇല്ല. തീർച്ചയായിട്ടും മനസ്സിലാവണ്ട. തീർച്ചയായിട്ടും. എനിക്ക് ഏജന്റ് ആവാം. പിന്നെ ആർക്കും പക്ഷേ ആവാന്നില്ല. ഇത് കുറെ കൂടി കഴിയുമ്പോ പിന്നെ ബിസിനസ് കിട്ടാനില്ല. അതെ. 100 ഫാമിലിക്ക് 100 ഏജന്റുമാര് വന്നു കഴിഞ്ഞാല് എവിടെ നിന്ന് കിട്ടും കച്ചവടം? അതിനകത്ത് വലിയ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ ഈ ഒരു ഏത് ഫീൽഡിലേക്ക്, ഐ മീൻ ഏത് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മളതിനകത്ത് കുറച്ച് റിസർച്ചൊക്കെ നടത്തി നമ്മൾ ഒരു പ്രൊഫഷണൽ ആവാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. എങ്കിലാണ് നമുക്കൊരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി എടുക്കാൻ അതെ പറ്റുള്ളൂ. അതെ കാരണം അതെ. ഇല്ലെങ്കിൽ നമുക്കൊരു അതിൽ 5-6 പേരേക്ക് ഇങ്ങനെയൊക്കെ പോളിസികളൊക്കെ കൊടുത്ത് പറ്റിക്കാൻ പറ്റും. പറ്റിക്കാം. പക്ഷേ പിന്നെ ഈ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പറയും അവൻ ഇതാന്ന് ആൾക്കാർ പറയും. ഉടായിപ്പാന്ന് പറയും. ഉറപ്പായിട്ടും പറയും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഓപ്പണാണ്. വിളിച്ചു പറയും, ലൈവ് ആൾക്കാര് എന്ന് പറയും. എല്ലാവരും ഇപ്പം നല്ല നല്ല ആൾക്കാർ നല്ല കണ്ടന്റുകൾ റീൽസ് ഒക്കെ ഇട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഇത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരെയും അങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റിയല്ല. അപ്പം കുറച്ച് എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അതാണ് കറക്റ്റ് വാക്ക്. സത്യമാണ്. എല്ലാവരും എല്ലാ തീർച്ചയായിട്ടും. കാലത്തും പറ്റിക്കാൻ കാരണം പറ്റില്ല ഇതിപ്പോൾ നമുക്ക്. ഇന്നിപ്പോൾ ചാറ്റ് GPT ഇല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചു വരുന്ന എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അതുകൊണ്ട് ഇത് ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ നോളജും അവർക്ക് തന്നെ കളക്ട് ചെയ്യാവുന്ന കാര്യങ്ങളും ഉള്ളൂ. ഉവ്വ്. അപ്പം അങ്ങനെ പണ്ടത്തെ പോലെ ഒന്നും എല്ലാവരും എല്ലാ കാലം പറ്റിച്ച് മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഇന്നത്തെ കാലത്ത്. ഓക്കേ. അപ്പോൾ ആ ഒരു പ്രൊഫഷൻസ് കീപ്പപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ലതാണ് എന്നാണ് എനിക്കൊരു ഒരു സജഷൻ ഉള്ളത് ഈ കാര്യത്തിൽ. ഇപ്പോൾ ചേട്ടന് കുറേ വർഷമായിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നു അല്ലേ. ഉം. അപ്പം ഇനിയിപ്പോൾ ചേട്ടന് ഇത് പെട്ടെന്ന് നാളെ ജോലി ഇല്ലാതെ വരിക. അപ്പോൾ ജോലി ഇല്ലാതെ വരുവാണെങ്കിൽ നമുക്ക് ബൈ വീക്കിലി സാലറി വന്നാലല്ലേ നമ്മുടെ മോർഗേജും കാര്യങ്ങളെല്ലാം അടഞ്ഞു പോകും. അതെ 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 അപ്പം അതെ. ഇങ്ങനത്തെ ഒരു സാഹചര്യം വേണം എന്തായിരിക്കും ചേട്ടന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെ അത് സർവൈവ് ചെയ്യും? നോർമൽ ലെവലിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് സേവിങ്സ് എന്തെങ്കിലും അടുത്ത് ഉപയോഗിക്കും. ഓക്കെ അല്ലെ പിന്നെ ഫ്രണ്ട്സിനോട് കടം മേടിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ കിട്ടുമ്പോൾ കൊടുക്കാന്നുള്ളതാണ് സിസ്റ്റം. ചില ആൾക്കാർ ലൈൻ ഓഫ് ക്രെഡിറ്റ് പൈസ എടുക്കും, അതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതും ചെയ്യും. അതെ. നമ്മളിപ്പം IRCCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം, കാനഡയിൽ വലിയൊരു എമർജൻസി എന്ന് പറഞ്ഞ ജോബ് ലോസാണ്. ഇപ്പൊ ഓക്കേ. രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന മാനേജർ തന്നെ ഉച്ച കഴിയുമ്പോൾ അവനെ കത്ത് കൊണ്ട് തരുമ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നു പറയും. കറക്റ്റാ ഏഹ് കറക്റ്റാ. ഇപ്പൊ റീസെന്റ് നമുക്ക് ലേ ഓഫ് ഇത്ര നമ്മളെ കമ്പനികൾ ലേ ഓഫ് GM ചെയ്യുന്നത്. ഉവ്വ്. ഇപ്പൊ അങ്ങനെ എല്ലാ കുറേ കമ്പനികൾ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു എമർജൻസി ഫണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാനഡ ജീവിക്കുമ്പോൾ ഒരു 6 മാസം എനിക്ക് ജോലി ഞാൻ എങ്ങനെ ചെയ്യും? ഇല്ല 1 മാസം എനിക്ക് ജോലി കിട്ടുന്നില്ല, എൻ്റെ ജോലി പോയി, എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും? എങ്ങനെ ഞാൻ എൻ്റെ റെന്റ് പേ ചെയ്യും, ഇല്ലെങ്കിൽ മോർഗേജ് പേ ചെയ്യും? എൻ്റെ കാർഡിൻ്റെ എമൗണ്ട് എനിക്ക് വിളിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് ജോലിയില്ല, എനിക്ക് എക്സ്ട്രാ തരണമെന്ന് പറയാൻ പറ്റുമോ? അപ്പം നമുക്കൊരു ഒരു എമർജൻസി ഫണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിനാണ് നമ്മൾ TFS പോലെയൊക്കെയുള്ള ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു പോർഷൻ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ എമർജൻസിക്ക് മാറ്റി വെക്കണം. പെട്ടെന്ന് നമുക്ക് നാട്ടിൽ പോകേണ്ടി വന്നു, നാളെ വെളുപ്പിന് പോകണം, എമർജൻസി ടിക്കറ്റ് വയ്ക്കുമ്പോൾ നല്ല റേറ്റ് വരികയല്ലേ അല്ലേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച് നാട്ടിൽ പോയി. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ രാത്രി 11 മണിക്ക് എന്നെ വിളിച്ച് പറയുന്നു, ഞാൻ രാവിലെ ഇവിടുന്ന് ടിക്കറ്റ് വന്ന് നോക്കും 3500, 3800, 4000 4200 നല്ല ടിക്കറ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് എമൗണ്ട് നമുക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും ഈ സാലറി കിട്ടുമ്പം അതിൽ നിന്ന് അടവുകളെല്ലാം കഴിഞ്ഞ് ഒന്നും ഉണ്ടാവുകയില്ല. അല്ല അത് ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് പറയുന്നത് നീ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടത്തെ ഒരു മെജോറിറ്റി ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പേച്ചക്ക് ടു പേച്ചക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ഉറുമ്പ് കൂട്ടണ മാതിരി കൂട്ടി നീ പറഞ്ഞ മാതിരി മാറ്റി വെക്കാനായിട്ട്. അതാണ് ഇന്നാളെ ഞാൻ ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞേട്ടാ, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം ഓരോ മാസവും. നമുക്ക് ഇപ്പം നമുക്ക് മിക്ക ആൾക്കാരും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്മസിനല്ലേ. കാരണം കുറെ ഗിഫ്റ്റ് മേടിക്കും, അതേതല്ലേ. പക്ഷെ നമുക്ക് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഒരു നീഡ് അനാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഓരോ മന്തിനും അവർക്ക് ബഡ്ജറ്റ് ഉണ്ട്. അവർ ആ ബഡ്ജറ്റിലാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യം, ഞങ്ങൾ എല്ലാ മാസവും 20% ഞങ്ങളുടെ സേവിങ്സിലേക്ക് റിട്ടയർമെന്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഒരു നിങ്ങളിപ്പം ഇവിടെ നിന്ന് കാലിഫോർണിയക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പം നിങ്ങൾ തന്നെ ഓടിച്ചോണ്ട് പോവാണോ അതോ ആ ഗൂഗിൾ മാപ്പ് വരുന്ന വഴിയെ നിങ്ങൾ പോവാണോ ചെയ്യുന്നത്? ഗൂഗിൾ മാപ്പ് നോക്കി വഴി നോക്കിയിട്ട് പോകും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് പോകാൻ വേണ്ടി അല്ലേ. ആ റൂട്ടിൽ കൂടെ പോയാൽ ഇത്ര സമയം അവിടെ ചെല്ലും, നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു ലൈഫിലൊരു ഡിസിപ്ലിൻ വേണം നമ്മുടെ ഒരു ഫൈനാൻസ് മേഖലയിൽ. ഓക്കെ, എനിക്ക് കിട്ടുന്ന സാധനം ഇത്ര ഞാൻ മാറ്റി വെക്കണം, അത് കഴിഞ്ഞായിരിക്കണം എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോയി. യെസ്, ഒരു 2-3 കൊല്ലം മുന്നത്തെ ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ല കുറേ NVIDIAയുടെ ഫണ്ടുകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ടെസ്ലയോ ആപ്പിൾ എന്നിങ്ങളൊക്കെ കുറെ വർഷങ്ങൾക്ക് മുന്നേ നോക്കുമ്പോൾ അവരുടെ സ്റ്റോക്കിന്റെ പ്രൈസും
ഇപ്പോഴത്തെ പറഞ്ഞ നല്ല വ്യത്യാസങ്ങളില്ലേ, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തില്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയും ഗ്രോ ചെയ്യാൻ ടൈം എടുക്കും. അപ്പം നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലാണ് അത് റിട്ടയർമെന്റ് സമയമാകുമ്പോൾ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് ഗ്രോ ചെയ്തിട്ട് ഗുണം കിട്ടുള്ളൂ. ഈ മണി ഗ്രോ ചെയ്യാൻ ടൈം എടുക്കും, ഒരു ടൈം ഹൊറൈസൺ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മതി. വെറുതെ ചെക്കിംഗ് അക്കൗണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ചേട്ടന് ചെക്കിംഗ് അക്കൗണ്ട് ഇട്ട് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും? അങ്ങനെ ഇടാറില്ല, സാധാരണ ഇട്ട് വെക്കാറില്ല. ഇങ്ങനെ വരുന്നു, മലവെള്ളപ്പാച്ചില് പോലെയാ, കാശ് ഇങ്ങനെ വരുന്നു അതേമാതിരി ഇതേ പോകും. നമ്മളിന്ന് കൈകിട്ട് നോക്കിക്കും ദേ കൂടാ എന്ന് പറഞ്ഞിട്ട്. കാരണം ബില്ലുകൾ വരുന്നു അതേമാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എന്റെ ഒരു അവസ്ഥ അങ്ങനെയാ, മനസ്സിലായില്ല. ഇപ്പൊ എല്ലാവരും മെജോറിറ്റി ആൾക്കാർ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാ. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് വിഷമമില്ല, കാരണം എല്ലാവരും അവസ്ഥ അതാണല്ലോ. ചേട്ടൻ വന്ന വർഷത്തെ കോസ്റ്റ് ആണ് ഇപ്പത്തെ ഗ്രോസറി ഐറ്റംസ്. അപ്പൊ നമ്മുടെ എക്സ്പെൻസുകൾ മുന്നോട്ടല്ല പോകുന്നത്. ചേട്ടൻ ജോലി നിർത്തി കഴിഞ്ഞ് റിട്ടയർമെന്റ് സമയത്തും ഇതുപോലെ തന്നെ ഫണ്ട് വേണ്ടേ ജീവിക്കാൻ? വേണം, ഇതിൽ കൂടുതൽ വേണ്ടേ? അപ്പൊ ആ ഒരു സമയത്തേക്ക് ഫണ്ട് വേണം. ചേട്ടൻ എന്ത് ചെയ്യണം? ഇപ്പോഴേ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ടൈമിലേക്ക്. പിള്ളേര് നോക്കുന്ന പ്രതീക്ഷ ഒന്നും വേണ്ട ഇവിടെ. അത് എത്രത്തോളം ഞാൻ കമന്റ് പറയുന്ന ആളല്ല, എല്ലാവരും സ്വമേധ എടുക്കേണ്ട തീരുമാനങ്ങളാണ് അല്ലേ. എനിക്കത്ര പ്രതീക്ഷ ഒന്നുമില്ല. ഇനിയുള്ള കാലത്ത് മക്കള് നോക്കുന്നൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളിവിടെ ഏൺ ചെയ്യുന്ന പല ആൾക്കാരും, വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ നാട്ടിലെ പേരൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 2 അനിയത്തിമാരുണ്ട്, എനിക്ക് എൻ്റെ അപ്പനും അമ്മയുണ്ട്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. ഇപ്പം ഇത്രയും പേരെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നാളെ ഇവിടെ ഇല്ലാതെ വരുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഞാൻ നോ മോർ ഇല്ലാത്ത സമയത്ത്, ഞാൻ ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് വരുന്നില്ലാത്തപ്പം എൻ്റെ വൈഫിന് തന്നെ ഇതെല്ലാം ടേക്ക് കെയർ മാനേജ് ചെയ്യാൻ പറ്റുകയില്ല, ഉറപ്പായിട്ടും പറ്റുകയില്ല. കാരണം ഞങ്ങൾ 2 പേരുടെ ഇൻകം വരുമ്പോഴാണ് ഈ എൻറ്റയർ ഷോ ഇവിടെ നടക്കുന്നത് അല്ലേ. അപ്പം ഇനി സപ്പോസ് ഞാൻ ഇല്ലാത്തൊരു സമയത്ത് എനിക്കൊരു പ്രോപ്പറായിട്ട് ഒരു കവറേജോ പ്രൊട്ടക്ഷനോ ഒന്നുമില്ല, എനിക്ക് വേണ്ടി ഇവിടെ ഗോ ഫണ്ട് ചെയ്യുന്നു. പക്ഷെ ആ ഗോ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ചേട്ടന് തോന്നുന്നുണ്ട് എൻ്റെ ഫാമിലി മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്നു? അത് മോസ്റ്റ് പ്രോബബ്ലി അത് അന്നേരത്തെ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള അല്ലെ, വളരെ ഷോർട്ട് ടൈം മാനേജ് ചെയ്യാനുള്ള ഫണ്ടല്ലേ വരുന്നുള്ളൂ. കാരണം നമുക്ക് അത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റൂല എല്ലാവർക്കും അല്ലേ. പക്ഷേ ഇതേ സാധനത്ത് നമുക്ക് നല്ലൊരു പ്രോപ്പർ കവറേജ് ഉണ്ടെങ്കിൽ, ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നമ്മുടെ ഈ ഇത് കവറേജ് നമ്മൾ ഇങ്ങനെ അനാലിസിസ് ചെയ്യുമ്പം ഈ റെസ്പോൺസിബിലിറ്റീസ് ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പം നാളെ ഈ ഒരു എമർജൻസി ആർക്കെങ്കിലും സംഭവിക്കുമ്പം ഈ ഒരു എമൗണ്ട് അവർക്ക് വരുമ്പം ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് ഒരിക്കലും നമുക്ക് അത് കറക്റ്റാ. കാരണം ഒരാളുടെ നഷ്ടം നികത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അവരുടെ മോർഗേജുകൾ, ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡെപ്റ്റ്സുകൾ, ഇല്ലെങ്കിൽ അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഈ ഇൻഷുറൻസിന് അത് കാണാം. ഇപ്പൊ ചേട്ടന് തോന്നുള്ളൂ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം വളരെ ഒരു അത്യാവശ്യ സാധനം തോന്നുന്നു? അല്ല, അത് എനിക്ക് പണ്ട് തോന്നി, വീട് മേടിച്ച സമയത്ത് തോന്നി എനിക്കിത് വേണമെന്ന്. അത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എല്ലാവരും വേണമെന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ ഇൽനെസ് പല ആൾക്കാർക്കും അറിയില്ല, ക്രിട്ടിക്കൽ ഇൽനെസ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ പോണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മൾ ആളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പിറ്റത്തെ ദിവസം തൊട്ട് ഫോൺ കോൾ ആയിരിക്കും, നമുക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ഒഴിവാക്കി വിടുക എന്ന് പറയില്ലേ. ക്രിട്ടിക്കൽനെസ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം ഞാൻ പറയാം, നമുക്ക് ഈ ക്രിട്ടിക്കൽനെസ് എന്ന് പറയുന്ന അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ അതൊരു 30 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലാണ് ഈ ഒരു കവറേജ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പം അത് ക്രിട്ടിക്കൽനെസ് പല രീതി എടുക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് 20 വർഷത്തേക്ക് വേണമെങ്കിൽ എടുക്കാം, അവർക്ക് 75 വയസ്സ് വരെ എടുക്കാം, ഇല്ലെങ്കിൽ 100 വയസ്സ് വരെ എടുക്കാം, അല്ലെങ്കിൽ എന്ന് അവർ ക്യാൻസൽ ചെയ്യുന്ന അന്ന് വേണമെങ്കിൽ നിർത്താം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്, പല രീതിയിൽ പല കമ്പനിക്കും പല പ്രൊഡക്റ്റുകളുണ്ട്. ഇനി ഈ അസുഖം ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഈ അടയ്ക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി എനിക്കൊരു അസുഖം വന്നു, ഇല്ലിപ്പോൾ എനിക്കൊരു ഇപ്പോൾ ലെറ്റ്സ് ഒരു ക്യാൻസർ വന്നെന്ന് കൂട്ടിക്കോ, ഇപ്പം എനിക്ക് ജോലിക്ക് പോകുന്നില്ല, EIL കിട്ടുന്നുള്ളൂ. ഈ ചേട്ടന് കിട്ടുന്ന EI കൊണ്ട് എല്ലാ ബില്ലും അടഞ്ഞു പോകുമോ? അതേ സ്ഥാനത്ത് 30 ദിവസം കഴിയുമ്പം ഈ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ, ക്രിട്ടിക്കൽനെസ്സിന് ഒരു കവറേജ് എമൗണ്ട് വരുമ്പം അത് ആ എമൗണ്ട് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ബൾക്ക് എമൗണ്ട് പെട്ടെന്ന് കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറ്റുകയല്ലേ. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മുടെ ഒരു ആനുവൽ സാലറി, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ 1 വർഷത്തെ ആനുവൽ സാലറി നിങ്ങൾ എടുക്കണം ക്രിട്ടിക്കൽനെസ്. കാരണം നമ്മൾ 1 വർഷം ജോലിക്ക് പോകുന്നില്ലായിരിക്കും അല്ലേ, അസുഖം മാറുന്നോടും വരെ. അപ്പം അത്രയും കാലം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മുടെ ക്രിട്ടിക്കൽനെസ് എന്ന് പറയുന്നത്. അപ്പം അത് അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഇപ്പം അതിന് പോകുക ചെറിയൊരു ടേം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ഈ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമ്മൾ യാത്രകളിൽ പോണത്, ഈ സാധനം പോകുമ്പോൾ അതും നമ്മളിങ്ങനെ കവർ ചെയ്യും, നമ്മളെ ഫുള്ള് കവർ ചെയ്യും, അതോ ഹോസ്പിറ്റലിൽ മാത്രം കവർ ചെയ്യും, എങ്ങനെയാണ് പരിപാടി?
സി ട്രാവൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി പറഞ്ഞോ. ആ അതാ പറഞ്ഞത്. ഇപ്പൊ അല്ല ഓൾമോസ്റ്റ് എല്ലാം അത് നമ്മൾ പറഞ്ഞു. അല്ല അതുകൊണ്ടാ. നല്ലൊരു ചോദ്യം. കാരണം വെച്ചാല് ഒത്തിരിയേറെ നമ്മുടെ ആൾക്കാർ പേരൻസിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഉവ്വ് ഉവ്വ്. ഇപ്പം ട്രാവൽ ഇൻഷുറൻസ് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞാനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ആ പേരൻസിനെ കൊണ്ടുവരും മാത്രമല്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വേറെ ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും 2 ദിവസത്തേക്ക് അമേരിക്കയിൽ പോയുള്ളെങ്കിൽ പോലും ഉറപ്പായിട്ടും കവർ ചെയ്യണം. കാരണം എടുക്കണം. എൻ്റെ ഒരു ഏറ്റവും ക്ലോസ് ആൾക്കാർ തന്നെ അവർ വെറും 4 ദിവസത്തേക്ക് കാലിഫോർണിയയിൽ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലൊരാൾ ഒന്ന് വീണതേ ഉള്ളൂ. പക്ഷെ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എനിക്ക് 6 സ്റ്റിച്ചാണ് വന്നത്. അപ്പം ഇൻഷുറൻസ് അമേരിക്കയിലോ എടുത്തിരുന്നതുകൊണ്ട് $6 $6,000 അന്ന് ഹോസ്പിറ്റൽ സ്കാൻ ചെയ്ത് സ്റ്റിച്ച് ഇട്ട് അവർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആയത്. വിട്ടത് അപ്പോൾ ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് അത് കംപ്ലീറ്റ്ലി ഇൻഷുറൻസ് കമ്പനി അത് ബില്ല് ചെയ്ത് കാര്യങ്ങൾ നടന്നു. കവർ ചെയ്ത് പോയി. അവരൊന്നും അറിഞ്ഞില്ല. പക്ഷെ അവർ വെറും $60 കൊടുത്തിട്ടുള്ളൂ ഓർക്കണം ഈ ഒരു ഇൻഷുറൻസ് 60 മുടക്കി 2 പേർക്ക്. 6000 ലാഭിച്ചു. ആ അപ്പോൾ ഇതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പേരൻസ് എനിക്കറിയാം പല ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പനി വന്നു ഇല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എമർജൻസി സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ വിളിക്കും കവർ തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വെയിറ്റിംഗ് പീരീഡ് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ കാരണം കമ്പനികൾക്ക് അറിയാം ഇവർ എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോൾ എടുക്കുന്നുള്ള കാര്യം. അപ്പം ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി വന്ന ആൾക്കാരാണെങ്കിൽ ചില കമ്പനികൾക്ക് 5 ദിവസം വെയിറ്റിംഗ് പീരീഡ്, ചില കമ്പനികൾക്ക് 8 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പോളിസി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കവറപ്പ് ആവുകയില്ല. ഉറപ്പാവില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും നാട്ടിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് എപ്പോഴും തന്നെ എൻ്റെ അടുത്ത് നടക്കാല്ല ഞാൻ പറയുന്നത്, എവിടുന്നെങ്കിലും നല്ല കമ്പനികളിൽ നിന്ന് കവറേജ് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം എപ്പോഴും സൂക്ഷിക്കുന്ന കാര്യം വെച്ചാൽ ഉള്ള അസുഖങ്ങൾ സത്യസന്ധമായിട്ട് പറയുക. എന്തൊക്കെ അസുഖങ്ങളുണ്ട് അല്ല, കാര്യം. അത് പറയുമ്പോ ഒരു കാര്യമുണ്ട്. ആ. അവിടെ ഞാൻ ഈ ഏജന്റുമാരെ കുറ്റം പറയും. ആ. അവര് നൈസായിട്ട് കാര്യങ്ങൾ ഒതുക്കും. മെഡിക്കൽ ഇല്ലാത്തത് കൊടുക്കാം ആ അങ്ങനെ പറയും. അത് എങ്ങനെയെങ്കിലും കച്ചവടം നടത്താൻ വേണ്ടി. അവസാനം ക്ലെയിം കിട്ടില്ല. യെസ്. ആ പ്രശ്നങ്ങളുണ്ട്. അല്ല അത് ഞാൻ സമ്മതിക്കുന്നത്. കാരണം വെച്ചാല് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ചേട്ടാ എനിക്ക് ഇതിനേക്കാളും കുറച്ച് റേറ്റിൽ എനിക്ക് കവറേജ് കിട്ടി. പിന്നെ അസുഖങ്ങൾ ഏജന്റ് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവർക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പോളിസി അവർക്ക് കൊടുത്ത് അവർക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ പറയും ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ തല വെച്ച് കൊടുക്കാന്ന് പറയും. കറക്റ്റ്. അവർക്ക് നാളെ അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് സത്യം പറയുമല്ലോ. ബാക്കി എനിക്ക് ഇന്ന അസുഖം ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ഇന്നാന്ന് പറയും. അറ്റ്ലീസ്റ്റ് ബ്ലഡ് ചെക്ക് ചെയ്ത് അറിയാലോ എന്തൊക്കെ കുറെ അങ്ങനെയും കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം അപ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പ്രോപ്പറായിട്ട് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഡിനൈ ചെയ്ത് കളയും. അവരെ എന്ത് ഡിനൈ ചെയ്യാൻ പറ്റും അവർ നോക്കുന്നത്. കാരണം അവരെങ്ങനെ കൊടുക്കാതിരിക്കാന്ന് അവരാലോചിക്കുന്നത്. $90 $100 ചിലപ്പോൾ നിങ്ങൾ മന്ത്ലി കൊടുക്കുമ്പം ഒരു ക്ലെയിം എന്ന് പറഞ്ഞാൽ $2000 $3000 ചിലപ്പോൾ 5000. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ അറിയില്ല. എൻ്റെ ഒരു ക്ലയന്റ് ആൽബർട്ടയിൽ ഒരു യൂറിനറി റിലേറ്റഡ് ഇഷ്യൂ വന്നിട്ട് 90,000 ക്ലെയിം വന്നത്. ഹോസ്പിറ്റലിൽ 8 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയി കിടന്നിട്ട് അവർ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം അവർക്ക് 100,000 കവറേജ് ഉള്ളായിരുന്നു. എന്നിട്ട് അവർ ആ ഒരു സിറ്റുവേഷൻ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിലേക്ക് അവർ എത്രയും പെട്ടെന്ന് പോകുമായിരുന്നു. 8-9 ദിവസം കിടന്നപ്പോഴേക്കും $90,000 പോയി ബില്ല് വന്നു. അത് ഒരു ദിവസം ആവറേജ് 10 രൂപ കണക്കാക്കി എന്നുള്ളതാണ്. യെസ്. അപ്പം ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു $100 മാറ്റി വെക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു എത്ര എമൗണ്ട് മാറ്റി വെക്കുമ്പം ഒരു വലിയൊരു എമൗണ്ടാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ 10 പേര് നോക്കും 10 പേർക്ക് ഒന്നും സംഭവിച്ചു വരികയല്ല. 11ാമത്തെ ഒരാളായിരിക്കും ഞാനെന്ന് പറയുന്ന ഒരാൾ. അപ്പം നമ്മളത് വന്നു കഴിഞ്ഞിട്ട് ദുഃഖിക്കുന്നേക്കാളും നല്ലത് നോക്കുന്നതാണ്. ഇവൻ നമ്മൾ ഇവിടുന്ന് ഒരു ഇപ്പോൾ യൂസിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പല ആൾക്കാരും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒരു ദിവസത്തേക്ക് യൂസ് പോയി കഴിഞ്ഞാൽ ഞാൻ എടുക്കും. ഒറ്റ ദിവസത്തേക്കാണെങ്കിൽ പോലും ഇല്ല. ഇപ്പോൾ 3 മണിക്കൂർ വേണ്ടിയായിരിക്കും നമ്മൾ പോകുന്നത്. ജസ്റ്റ് വിൻസർ ഇരുന്ന് പോയിട്ട് തിരിച്ച് വരുമായിരിക്കും. എന്നാലും വേണ്ടില്ല നമുക്ക് അന്നേരം സംഭവിച്ചത്. ഞാൻ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാള് എനിക്കായാലും പറഞ്ഞൊരു കാര്യമുണ്ടോ? നാണക്കേട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അതുപോലെ ഇവിടുന്ന് ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കണം ഞാൻ ഉറപ്പായിട്ട് ഞാൻ എല്ലാവരും പറയും. പിന്നെ ഇതൊന്നും എൻ്റെ അടുത്ത് എടുക്കാണ്ട് പറയുന്നില്ല. ഇതെല്ലാം പാർട്ട് ഓഫ് മൈ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഒരു സർവീസ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ എടുത്താൽ മതി. നല്ല ആൾക്കാരിൽ നിന്നും നല്ല സർവീസുകൾ എടുക്കുക, കവേർഡ് ആവുക, പ്രൊട്ടക്റ്റഡ് ആവുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും അഭി ഇത്രയും സമയം ഇരുന്നതിന് എൻ്റെ കൂടെ ഇരുന്നതിന് സന്തോഷം. തീർച്ചയായിട്ടും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും നിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത കാരണം കൊണ്ട് പിന്നെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇവൻ സ്റ്റുഡൻ്റ് ആയിട്ടൂടെ വന്നതാണ്. ഞങ്ങൾ പണ്ട് സാൽമൺ പിടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവൻ കുറച്ച് ദൂരത്തേക്ക് പോയതുകൊണ്ട് ഞാൻ പിന്നെ കാണാറില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് വിളിച്ചപ്പോൾ ഇന്നലെ നമ്മുടെ അജീഷേട്ടൻ്റെ ഫ്യൂണറലിന് പുള്ളി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് അറിയൊന്നുമില്ല. എന്നാലും പണ്ട് ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു സ്നേഹം കാണിച്ചാണ്. എന്തായാലും നന്ദി മോനെ, നന്നായി വരട്ടെ. ഈ ഒരു മനസ്സ്
എന്നും കാത്തു സൂക്ഷിക്കുക. താങ്ക് യു. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. പിന്നെ എപ്പോഴും ട്രക്ക് ഓടിക്കാൻ തോന്നുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ വണ്ടി നിരക്കൊന്ന് ഓടിച്ചേക്ക്. താങ്ക് യു. ഓക്കെ. നമ്മളെ ഒരിക്കലും മറന്നിട്ടില്ല. കാരണം ട്രക്ക് എന്ന് ആ പറയുന്നത് സമയത്ത് അതൊരു അനുഗ്രഹമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ കോവിഡ് വന്ന് റെസ്റ്റോറന്റ് ഒക്കെ ക്ലോസ് ആയ സമയത്താണ് ട്രക്ക് ലൈസൻസ് എടുത്തത്. കാരണം അന്ന് നമുക്ക് ദൈവം അനുഗ്രഹിച്ച അത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. പിന്നെ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധാരണക്കാരല്ല. കാരണം എന്ന് വെച്ചാല് സാധാരണ ആൾക്കാർ ചിന്തിച്ചാൽ ചില ആൾക്കാർ കാർ ഓടിക്കാൻ തന്നെ പാടാ. ഇത്രയും ഒരു വണ്ടി ഇത്രയും ഹെവി ലോഡായിട്ട് വരുന്നു പറഞ്ഞാൽ അത് ട്രക്ക് ഡ്രൈവേഴ്സിനെ ശരിക്കും അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ആ റിസ്ക് എടുത്ത് എനിക്ക് വന്ന് കാനഡ ഒരുമാതിരി എല്ലാ സാധനങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്ക് ത്രൂ അല്ലേ എല്ലാം നമുക്ക് കാനഡയിലേക്ക് വരുന്നത് 90%. അപ്പൊ ഓരോ ആൾക്കാരും നമ്മൾ ശരിക്കും പറഞ്ഞ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു സഹോദരൻ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വന്നത് പോലും. കാരണം ഞാനും ഓടിച്ച ഒരു ജോലി തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടും അറിയാം, അതിന്റെ നല്ല വശങ്ങളും എല്ലാം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പറയാൻ കാരണം. അപ്പൊ ഓക്കെ ബേട്ടാ, ശരി. അപ്പൊ നമുക്ക് വീണ്ടും അപ്പം പറഞ്ഞ പോയിന്റിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെയും ഈ രാജ്യത്ത് നമ്മൾ PR എടുക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസ വരാനൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിന്റെ ഒരു 10-1 അല്ലേ, $40 പറഞ്ഞേ. $40 ഉണ്ടെങ്കിൽ 40 വയസ്സുള്ള ഒരാൾക്ക് അല്ലേ തീർച്ചയായിട്ടും $5 ലക്ഷം കവറേജ് കിട്ടും. ഒരു കുപ്പിയുടെ കാശുള്ളൂ. അതങ്ങോട്ട് ചിലവാക്കി കഴിഞ്ഞാൽ കുറേക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം അത് സംഭവിച്ചു കഴിഞ്ഞതാ. ഇനി നമുക്ക് അതിനെ വേറെ റിവൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. അപ്പം ആ കാര്യം നമ്മൾ വളരെ മാന്യമായിട്ട് ചെയ്യുക. പുള്ളി പറഞ്ഞ മാതിരി പുള്ളിയുടെ പേര് ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് താഴെ. പ്ലസ് ഇവൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, എവിടെയെങ്കിലും പോയിട്ട് എടുക്കുക, ഇൻഷുർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ട് കിട്ടുമ്പോൾ അത് മാത്രമായിട്ട് പോവാതെ അടുത്ത ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന സാധനങ്ങൾ മാക്സിമം എടുക്കുക. കാരണം ഇത് എന്തോ നമ്മുടെ ആൾക്കാരേക്കും കുറേ ആൾക്കാർ വന്നിട്ട് കണോണ കാണിച്ചിട്ട് ഇൻഡസ്ട്രി കൊളാക്കിയതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അവർ കൊളാക്കി അവർ പോക്കറ്റ് വീർപ്പിച്ചാലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാ? നമ്മളാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ശരി, ബൈ.